ഹലോ ഗൈസ്, വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പം അവിടുന്നും ഇവിടുന്നൊക്കെ കുറച്ച് ന്യൂസ് കേട്ടിട്ടുണ്ടാകും. SSCയുടെ സ്ട്രക്ചറിൽ മൊത്തം മാറ്റം വരികയാണ്. സോ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഇവിടെ വളരെ വലിയ ഡിഫറൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ശരി തന്നെയാണ്. SSCയുടെ ഭാഗത്ത് നിന്നും ഒരു വളരെ വലിയ അപ്ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഈ അപ്ഡേറ്റിന്റെ പേര് സ്ലൈഡിംഗ് മെക്കാനിസം എന്നാണ്. സോ ആക്ച്വലി നിങ്ങൾ SSC CGLന്റെ ഒക്കെ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കില്ല. അപ്പോൾ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ അപ്ഡേറ്റ്, ഇതുകൊണ്ട് എന്തൊക്കെ പ്രയോജനം, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്, ഇനി നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, നമ്മൾ വരുത്താൻ പാടില്ലാത്ത, അതായത് ഗ്രേവ് മിസ്റ്റേക്സ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള ഈ അപ്ഡേറ്റിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വന്നിരിക്കുന്ന ഷോർട്ട് നോട്ടീസിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ ഇന്നലെ വന്ന ഒരു ഷോർട്ട് നോട്ടീസ് ആണിത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പുതിയതായിട്ട് ഒരു സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു മെക്കാനിസം കൊണ്ടുവരുന്നു എന്ന് മാത്രമാണ്. അപ്പൊ ഇതൊരു 2-3 പേജുള്ള ഒരു നോട്ടീസ് ആണ്. അപ്പൊ ഞാൻ അത് മുഴുവൻ വായിച്ച് നിങ്ങൾക്ക് അത്രയും കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പൊ ഇതിൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഫിക്സ് ഓർ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ FRT എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ റീജിയണൽ ഡയറക്ടർ എന്ന് പറയുന്ന RD ഓഫീസ് എന്നൊക്കെ പറയുന്ന ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഈ സ്ലൈഡിംഗ് മെക്കാനിസം, ഇത് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു മെക്കാനിസം ഇവിടേക്ക് ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഇപ്പം SSCയുടെ ഓരോ എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ടാവും. അപ്പോൾ SSCയുടെ കീഴിൽ തന്നെ പല എക്സാംസ് ഉണ്ട്. SSCയുടെ CGL എക്സാം വരുന്നുണ്ട്, നെക്സ്റ്റ് CHSL എക്സാം വരുന്നുണ്ട്, നെക്സ്റ്റ് MTS എക്സാം വരുന്നുണ്ട്. പക്ഷേ ഈ ഓരോ എക്സാമിന്റെയും എലിജിബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം MTS എക്സാം 10th ലെവലാണ്, CHSL എക്സാം 12th ലെവലാണ്, CGL എക്സാം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കില്ല. സോ പൊതുവെ ആൾക്കാർ എന്താ ചെയ്യുക, CGL ആണ് ഏറ്റവും ഹയസ്റ്റ് എലിജിബിലിറ്റി വേണ്ട എക്സാം, ഡിഗ്രി ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ അവർ മറ്റുള്ള എക്സാംസും, അതായത് CHSLും MTSും ഗ്രൂപ്പ് ഡിയും CPUയും അങ്ങനെ ബാക്കിയുള്ള എല്ലാ എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാം അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പൊ CHSLിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ JSA എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. ആ പോസ്റ്റിൽ കിട്ടാൻ പാകത്തിന് മെറിറ്റ് ലിസ്റ്റിൽ റാങ്ക് ഉള്ള അല്ലെങ്കിൽ ഉയർന്ന മാർക്കുള്ള ഒരാൾക്ക് തന്നെ CGLിൽ അത്യാവശ്യം നല്ല റാങ്ക് വന്നിട്ടുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കുക. അപ്പൊ അയാൾ ഏത് എക്സാം അല്ലെങ്കിൽ ഏത് പോസ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുക? ഓബ്വിയസ്ലി അയാൾ കൂടുതൽ ശമ്പളവും കൂടുതൽ പ്രൊമോഷൻ സാധ്യതകളും ഉള്ള ഇത്തിരിയും കൂടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള CGLിൽ വരുന്ന പോസ്റ്റുകളായിരിക്കും ചൂസ് ചെയ്യുക അല്ലെ. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചൂസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം അയാൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന ഓപ്ഷൻ സ്റ്റിൽ വേക്കന്റ് ആയി കിടക്കും. അപ്പോൾ ഈ വേക്കൻസി വീണ്ടും അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ആയി അവിടെ ആണ് ഈ അതായത് അടുത്ത വർഷത്തിലേക്ക് ക്യാരി ഫോർവേഡ് ആയി അടുത്ത വർഷമാണ് ഈ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുക. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ ഇത് ആക്ച്വലി ഒരാളോ അല്ലെങ്കിൽ 2 ആളോ ചെയ്യുന്ന പ്രശ്നമല്ല, ഒത്തിരി അധികം കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണിത്. അപ്പൊ ഇതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഈ വർഷത്തേക്ക് റിക്രൂട്ട്മെന്റിന് വേക്കൻസി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇത്രയും ആൾക്കാരെ ഈ വർഷം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമുണ്ടെന്നാണ് അല്ലെ. അപ്പൊ അതിലും ഒരുപാട് പേര് ഈ പോസ്റ്റുകൾ എക്സാം ക്ലിയർ ചെയ്ത് മെറിറ്റ് ലിസ്റ്റിൽ വന്നിട്ടും ജോലിക്ക് വരാതെ ആകുമ്പോൾ, അതായത് അവർ പോസ്റ്റിലേക്ക് വരാതെ ആകുമ്പോൾ അത്രയും വേക്കൻസി സ്റ്റിൽ അവിടെ കിടക്കുകയും ചെയ്യും. നമുക്ക് സ്റ്റാഫിന്റെ റിക്രൂട്ട്മെന്റ് ആക്ച്വലി ഗവൺമെന്റ് ഏജൻസീസിൽ വരും. ഇത് വേക്കൻസി മുഴുവൻ അടുത്ത വർഷത്തേക്ക് ഇതേ പ്രോസസ്സ് ഒന്നും കൂടെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടതായിട്ടും വരും. അതായത് അടുത്ത വർഷം ഈ വേക്കൻസിയിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ എടുക്കണമെങ്കിൽ വീണ്ടും ആ കാൻഡിഡേറ്റ് ഈ Tier 1 എക്സാമും Tier 2 എക്സാമും ഒക്കെ എഴുതി കഴിഞ്ഞ് ആ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞാലാണ് ഈ വേക്കൻസി ഫിൽ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എപ്പോഴും
വരുന്ന ഒരു മേജർ ആയിട്ടുള്ള ഇഷ്യൂ. അതായത് ഓരോ സൈക്കിളിന് ശേഷവും വേക്കൻസീസ് മുഴുവൻ ഫിൽ ആകാതെ സ്റ്റിൽ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന അവസ്ഥ, ഇത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന പുതിയ ഫീച്ചർ അല്ലെങ്കിൽ പുതിയൊരു റൂള് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എൻഷുർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു മെക്കാനിസത്തിലൂടെ ഓരോ കാൻഡിഡേറ്റും നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഫൈനലി വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഡിക്ലറേഷൻ കൊടുത്ത് ഫൈനലി നിങ്ങളൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾക്ക് അത് വേണ്ട എന്ന് നിങ്ങൾക്ക് നേരത്തെ ഇന്റിമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക്, നിങ്ങളെക്കാളും തൊട്ട് താഴെ റാങ്കിൽ വരുന്ന ഒരാൾക്ക് ആ പോസ്റ്റിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. മുകളിലുള്ള ആൾക്കാർ ഫോർ എക്സാമ്പിൾ മറ്റുള്ള ജോലികളിലേക്ക് പോവുകയാണെങ്കിൽ താഴെ വരുന്ന കാൻഡിഡേറ്റ്സിന് വീണ്ടും ആ വേക്കൻസി അടുത്ത വർഷം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരില്ല. അതിന് പകരം ആ സൈക്കിളിൽ തന്നെ അവർക്ക് ഫൈനൽ ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ബാക്കി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിന്റെ ഇഷ്യൂ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇത് ഒന്ന് കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ഒരു SSCയുടെ കീഴിൽ വരുന്ന എക്സാമിനും എക്സാം കഴിഞ്ഞിട്ട് അവിടെ സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കില്ല. പല ആൾക്കാരും ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോവില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതായത് Tier 1ഉം Tier 2ഉം കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കുക. അപ്പോൾ ചിലപ്പം അവർക്ക് അവരുടെ മെറിറ്റിൽ കിട്ടുന്ന പോസ്റ്റിന് താല്പര്യം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു പോസ്റ്റേ സെലക്ട് ചെയ്യില്ല. ഇനി ചില കേസസിൽ അവർക്ക് വേറെ ജോലി വേറെ ഏതെങ്കിലും സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടാകും. സോ അപ്പോൾ അവർ വീണ്ടും ഇവിടേക്ക് വരില്ല. അപ്പം ഇത്തരത്തിലുള്ള ഇഷ്യൂസിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇവിടെ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്ന ഈ ഒരു പുതിയ റൂള് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, SSCയുടെ പല എക്സാംസും ഇപ്പോൾ CHSL എക്സാം ഉണ്ട്, CGL ഉണ്ട്, MTS ഉണ്ട്, GD കോൺസ്റ്റബിൾ ഉണ്ട്, സ്റ്റെനോ ഉണ്ട്. അങ്ങനെ വരുന്ന ഓരോ എക്സാമിലും ഒരൊറ്റ പോസ്റ്റിലേക്കല്ല റിക്രൂട്ട്മെന്റ് വിളിക്കുക. ഇപ്പം നിങ്ങൾ CGL എക്സാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം സബ് ഇൻസ്പെക്ടർ ഇൻ CBI എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് വേണ്ടി മാത്രമല്ല, അവിടെ CBIയിലേക്കുള്ള ഇൻസ്പെക്ടർ പോസ്റ്റുകൾ വരുന്നുണ്ടാകും, ഇൻസ്പെക്ടർ ഇൻ ഇൻകം ടാക്സ് വരുന്നുണ്ടാകും, എക്സൈസ് ഇൻസ്പെക്ടർ വരുന്നുണ്ടാകും, കസ്റ്റംസ് ഓഫീസർ വരുന്നുണ്ടാകും, പിന്നെ ടാക്സ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, ഡിവിഷണൽ അക്കൗണ്ടന്റ്, അങ്ങനെ ഒരുപാട് ഒരു 36 പോസ്റ്റുകളിലേക്കാണ് ഈ CGL പോലെയുള്ളൊക്കെ എക്സാംസിന്റെ റിക്രൂട്ട്മെന്റ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്സാം എഴുതി കഴിഞ്ഞ് മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും ചിലപ്പം വേണ്ടി വരിക ഒന്നാമത്തെ പോസ്റ്റ് ആയിരിക്കും അല്ലെ, ഏറ്റവും സാലറി ഉള്ള ഏറ്റവും ബെനിഫിറ്റ്സ് ഉള്ള പോസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും വേണ്ടി വരിക. പക്ഷെ അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്ന ഈ ഒരു മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എന്താണോ ആ റാങ്കിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോസ്റ്റ് കിട്ടും. അതായത് നിങ്ങളൊരു ടോപ്പ് 100 റാങ്കിലൊക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും വേണ്ട ചില പോസ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിങ്ങൾക്ക് ASO ആയിട്ട് ജോലി നേടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 2 വർഷത്തിന് ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാം. ഫുള്ള് ചെലവും ഗവൺമെന്റ് വഹിക്കും. നിങ്ങൾക്ക് അവിടെ ലക്ഷങ്ങൾ, അതായത് 2 to 3 lakhs ആയിരിക്കും സ്റ്റാർട്ടിംഗ് സാലറി തന്നെ വരുന്നത് മന്ത്ലി. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ASO ഇൻ MEA, CBIയിലെ ഇൻസ്പെക്ടർ, പിന്നെ ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ചാനൽ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകളിൽ ഈ ടോപ്പ് 100 കാൻഡിഡേറ്റ്സിന് സെലക്ഷൻ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വീണ്ടും അതിന്റെ തൊട്ട് താഴെ വരുന്ന പോസ്റ്റുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ആണ് നിങ്ങളിവിടെ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട, ഏറ്റവും അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും വരുന്ന വേക്കൻസീസിന്റെ സമയത്ത് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ ഒരു 17,000 വേക്കൻസീസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 17,000 വരെയുള്ള റാങ്കുകാർക്കാണ് ഇവിടെ ഈ ജോലി കിട്ടുക അല്ലെ. അതാണ് അതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം മേ ബി ഒരു 18,000ലേക്ക് വരുന്ന റാങ്കുകാർക്ക് ഈ വേക്കൻസീസ് ഇവിടെ ഓൾറെഡി ഫില്ലായി എന്നുള്ള ധാരണയിൽ അവർക്ക് ജോലി കിട്ടാതെ വരും. എന്നാൽ ഈ 17,000 വേക്കൻസീസ് വരുമ്പോൾ ഇത്രയും പേർക്ക് ഈ ജോലിയിലേക്ക് ഡയറക്ട്ലി ഫൈനൽ പോസ്റ്റുകളുടെ അപ്പോയിന്റ്മെന്റ് വരെ എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില പോസ്റ്റുകൾ, ഇപ്പോൾ നമ്മൾ ഇൻസ്പെക്ടർ പോസ്റ്റുകളൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ താഴേക്ക് വരുന്ന പോസ്റ്റുകളുണ്ട്. പോസ്റ്റൽ അസിസ്റ്റന്റ് ഉണ്ട്, സോർട്ടിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ താഴേക്ക് ടാക്സ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പോസ്റ്റുകളെക്കാളും കുറച്ചും കൂടെ താഴെ വരുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ അവർ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക, ഞാൻ ഈ പോസ്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇവർ സെലക്ട് ചെയ്ത പോസ്റ്റുകളൊക്കെ empty ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന ഒന്നാമത്തെ പ്രശ്നം.
ഇങ്ങനെയൊരു 1000 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 17,000 ഔട്ട് ഓഫ് 17,000 വേക്കൻസീസ് വരുന്ന കേസിൽ 1000 പേര് ഇതുപോലെ വേറെ ജോലിക്ക് ഓപ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ താഴെ വരുന്ന 18,000 ആ റാങ്കുകളിൽ വരുന്ന ആൾക്കാർക്ക് ആക്ച്വലി നമ്മൾ എന്താ പറയുക, ഫെയർ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ആ ജോലി കിട്ടണം അല്ലേ. പക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്കിപ്പം ഇംപ്ലിമെന്റഡ് അല്ലാത്തത് കൊണ്ട് അവർക്ക് ആവശ്യം അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ജോലിക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയില്ല. കാരണം ആ പോസ്റ്റുകൾ വേക്കൻ്റ് ആയിട്ട് തന്നെ കിടക്കുന്നു. അവരത് നെക്സ്റ്റ് ഇയർ വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അപ്ഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് മെറിറ്റ് ബേസ്ഡ് ആയിട്ടാണ് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജോലികൾക്കും നിങ്ങളുടെ പോസ്റ്റുകൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു പുതിയ മെക്കാനിസം പ്രകാരം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് 3-4 സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു പ്രോസസ്സ് പോകുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് FRTA അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഓഫ് ടെന്റേറ്റീവ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഏതൊക്കെ പോസ്റ്റുകൾക്കാണ് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉള്ളതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ, അതായത് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിം തരും. ഇപ്പോൾ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഒരു 10 ദിവസത്തേക്കാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റ് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. അല്ലാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലായി ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുള്ള ടൈപ്പ് ഓഫ് യാതൊരു പ്രൊസീജിയേഴ്സും ഇനി പറ്റില്ല. ഈ തന്നിരിക്കുന്ന 10 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ഡിക്ലറേഷൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ 10 ഡേയ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൻ്റെ ഉള്ളിൽ നിങ്ങളിത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു കാൻഡിഡേച്ചർ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? സോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇത് വേണം എന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പം തന്നെ കിട്ടും എന്നല്ല അതിൻ്റെ അർത്ഥം. അത് ടെൻറ്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കുള്ള പോസ്റ്റാണ്, നിങ്ങൾക്കിത് വേണ്ടെങ്കിലാണ് മറ്റൊരാൾക്ക് കൊടുക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഫൈനൽ പോസ്റ്റിൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുള്ളൂ. പക്ഷെ അതുവരെ നിങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പം സ്ലോട്ട് ബുക്ക് ചെയ്ത് വെക്കുക എന്ന് പറയില്ലേ, അതേ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിൾ ആയിട്ടുള്ള ആ ഒരു റാങ്ക് ഏത് അല്ലെങ്കിൽ പോസ്റ്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SSCയുടെ റീജിയണൽ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നിങ്ങളെ വിളിപ്പിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആധാറിലൂടെ ബയോമെട്രിക് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി 10 ഡേയ്സ് എന്നാണ് കേട്ടോ. ഇപ്പം തന്നിരിക്കുന്ന ഷോർട്ട് നോട്ടീസിൽ അങ്ങനെയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പോസ്റ്റ് ഓക്കെ ആണോ അല്ലയോ എന്ന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഇനി ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആബ്സെന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് യാതൊരു പോസ്റ്റും കിട്ടില്ല. നിങ്ങൾ റാങ്ക് 10ന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു പോസ്റ്റും നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. ക്ലിയർ? റെപ്രസെന്റേഷനും അക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾ തന്നെ നേരിൽ ചെന്ന് എത്തിയിട്ട് വേണം. കാരണം ആധാർ വെരിഫിക്കേഷനും ബയോമെട്രിക് വെരിഫിക്കേഷനാണ്. നിങ്ങൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇപ്പം എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം, ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് ഏത് ജോലിയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് CHSL എക്സാമിനേഷൻ ഒരു നല്ല റാങ്ക് കിട്ടി, നിങ്ങൾക്ക് JSAയുടെ പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് CGL വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, CGL നല്ല റാങ്ക് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടാൻ എനിക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്ലോട്ടിൽ വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈസിലി പറയണമെങ്കിൽ ഒരേ എക്സാമിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. നമുക്ക് CGL എക്സാമിൻ്റെ കേസ് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ CGL എക്സാമിൽ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിലെ ക്ലറിക്കൽ പോസ്റ്റാണ്. അതേ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇൻസ്പെക്ടർ പോസ്റ്റാണ് നമ്മുടെ ഇൻകം ടാക്സിലെ ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ്. സോ ഡെഫിനറ്റ്ലി ഇതിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? നിങ്ങൾ ഇൻകം ടാക്സിൽ ഇൻസ്പെക്ടർ ആയിരിക്കും ചൂസ് ചെയ്യുക.
പക്ഷേ നിങ്ങളുടെ റാങ്ക് വെച്ച് കിട്ടാൻ സാധ്യതയുള്ളത് ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന താഴത്തെ പോസ്റ്റാണ്. ഈ ടാക്സ് അസിസ്റ്റന്റ് തന്നെ 2 പ്രൊമോഷൻ കഴിഞ്ഞിട്ടാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവുകയുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരും ചൂസ് ചെയ്യുന്നത് അതായിരിക്കും. പക്ഷെ നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. അങ്ങനെ വരുന്ന കേസുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനെ ഫ്ലോട്ട് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടാക്സ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് എനിക്ക് വരുന്നത്. അതെനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തരികയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തിനും ഞാൻ ഓപ്പൺ ആണ് എന്ന് പറയുന്നതാണ് ഈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. ക്ലിയർ ആവുന്നുണ്ട് എല്ലാവർക്കും? ഇനി രണ്ടാമത് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയ പോസ്റ്റ് എന്താണോ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില പോസ്റ്റുകൾക്ക് നിങ്ങൾക്ക് അറിയാലോ ഡൽഹിയിലായിരിക്കും പോസ്റ്റിംഗ് വരുള്ളൂ, ചിലതിന് ഓൾ ഇന്ത്യ പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മളൊരു പോസ്റ്റ് സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ ജസ്റ്റ് അതിൻ്റെ സാലറി മാത്രമായിരിക്കില്ല. സോ അങ്ങനെ നോക്കുമ്പം ഞാൻ ഉദ്ദേശിച്ച പോസ്റ്റ് ഇത് തന്നെയാണ്, എനിക്കിനി യാതൊരു ചേഞ്ചും വേണ്ട, ഇനി എനിക്ക് മുകളിലേക്ക് പോകാനും ചാൻസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് വേണ്ട, ഐ ആം ഹാപ്പി വിത്ത് ദിസ് എന്നതാണ് നിങ്ങളുടെ ഡിസിഷൻ എങ്കിൽ നിങ്ങൾക്ക് നേരെ ഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? സോ നിങ്ങൾക്ക് മുകളിലേക്ക് റാങ്ക് ഏതെങ്കിലും വേക്കൻ്റ് ആയി പോസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് എന്നെ കൺസിഡർ ചെയ്തോളൂ എന്ന് പറയുന്നതാണ് ഫ്ലോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ. അതേസമയം എനിക്കിത് മാത്രം മതി എന്ന് പറയുന്നതാണ് ഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇതിൽ വരുന്ന നമുക്ക് കേൾക്കുമ്പോൾ ഫ്ലോട്ട് അല്ലേ നല്ലതെന്ന് തോന്നും. പക്ഷെ ഇതിൽ വരുന്ന ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുകളിലേക്ക് വേക്കൻസീസ് വരുമ്പം അവിടെ ഏത് പോസ്റ്റുകളാണോ വരുന്നത് അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവായിരിക്കും. വേക്കൻസി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പോസ്റ്റുകൾ അലോക്കേറ്റ് ആവുകയായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ആ കേസിൽ അയ്യോ എനിക്ക് ഈ പോസ്റ്റ് വേണ്ടായിരുന്നു, ആദ്യത്തെ പോസ്റ്റ് തന്നെ മതിയായിരുന്നു എന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പോസ്റ്റ് നിങ്ങൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എലിജിബിൾ ആയിരുന്ന ആ പോസ്റ്റും ഫ്ലോട്ട് ചെയ്ത് കിട്ടിയ പോസ്റ്റും രണ്ടും ക്യാൻസൽ ആയി പോകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. ഫിക്സ് ചെയ്യാനോ ഫ്ലോട്ട് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലാതെയായി പോകും. ഓക്കെ. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഈ ആക്ച്വൽ സ്ലൈഡിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് എന്ന് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൻഡിഡേറ്റ്സ് ആബ്സെന്റ് ആവുന്നത് കാരണം വരുന്ന ഇഷ്യൂസ് ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു അപ്ഗ്രഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലോട്ടിംഗ് കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുള്ളൂ, ഫിക്സ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റുകളെ കൺസിഡർ ചെയ്യുകയില്ല. ഓക്കെ. അപ്പം നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുകളിലുള്ള ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി വന്നാലും അതിൽ നിങ്ങൾക്ക് പോവാനായിട്ട് പറ്റില്ല. ക്ലിയർ? സോ അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അപ്ഗ്രഡേഷൻ നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വേക്കൻസി വന്നു എന്ന് വിചാരിച്ച് ഉടനെ നിങ്ങൾ അവിടേക്ക് നിങ്ങളെ വിളിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ മെറിറ്റ് റാങ്ക് നോക്കും, അതായത് റാങ്ക് വെച്ചിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കും. ഇനി നിങ്ങളുടെ പ്രിഫറൻസിന്റെ ഓർഡേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യും. ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ടാണ് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫൈനൽ റിസൾട്ട് ഇഷ്യൂ വരുന്നത്. അത് വന്നതിന് ശേഷമായിരിക്കും അതിന്റെ ഇന്റിമേഷനും അതിന്റെ ഡോക്യുമെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കും. ഓക്കെ. സോ അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഈ തന്നിരിക്കുന്ന 10 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരു കാര്യവും നടക്കില്ല. നിങ്ങൾക്ക് ഒരു ജോലി പോലും, ഒരു പോസ്റ്റിലേക്ക് പോലും നിങ്ങൾ എലിജിബിൾ ആയിരിക്കില്ല. ഇനി അടുത്തത് ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് അപ്ഗ്രേഡഡ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ന്യൂ പോസ്റ്റ് എന്താണോ അത് മാൻഡേറ്ററി ആണ്. അതിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റില്ല. ക്ലിയർ? ഇതിൽ നിങ്ങൾ നോ പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ പോസ്റ്റും ഇപ്പം കിട്ടിയ പോസ്റ്റും രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. സോ അപ്പോൾ 10 ഡേയ്സ് ആണ് ഇപ്പോൾ തന്നിരിക്കുന്ന ടൈം. അത് ഫൈനൽ ആണോ എന്ന് നമുക്ക് അറിയില്ല. സോ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും വരും. അതൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ മിസ്സാക്കാതെ കാണണം. എങ്കിൽ മാത്രമാണ് ഓരോ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് മനസ്സിലായി അതിനനുസരിച്ച് എക്സാമിന് വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി ആബ്സെൻസ് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിരിക്കും എല്ലാവർക്കും. അതായത് ചില ആൾക്കാർ ജോലിക്ക് പോവാത്തത് കാരണം അല്ലെങ്കിൽ അവർ ഫൈനൽ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ട് പോവാത്തത് കാരണം മറ്റുള്ളവരുടെ ചാൻസ് പോകില്ല. അപ്പോൾ എല്ലാവർക്കും മാക്സിമം റിക്രൂട്ട്മെന്റ് എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെക്കാനിസമാണ് സ്ലൈഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെന്റ്സിലൂടെ നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള SSCക്ക് മാത്രമല്ല ബാങ്കിങ്ങിനും റെയിൽവേക്കും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. സോ അതെല്ലാം തന്നെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഒരുമിച്ച് ഈ 3 എക്സാംസിനും പ്രിപ്പയർ ചെയ്യാനായിട്ടും പറ്റും. കോഴ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ വിളിച്ചു പറയാം.
ഓക്കെ. ആൻഡ് ഓൾസോ ഇതുപോലത്തെ എന്തെങ്കിലും സജഷൻസ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അതും വീണ്ടും കോമെന്റ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മൾ എഴുതി അറിയിക്കാം. ഓക്കെ. സോ അപ്പോൾ നമ്മുടെ വീഡിയോകൾ മിസ്സായി പോവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ മിസ്സായി പോകും, പിന്നെ ലാസ്റ്റ് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.